ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെളിച്ചൻ്റെ വീട്ടിലോട്ട് പോയി വരാം കേട്ടോ. ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് ആരൊക്കെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തപ്പോഴത്തേക്കും താഴത്തോട്ട് നിന്ന് മറ്റമ്മ അതറിയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റമ്മ ആശീനോട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ രണ്ട് വല്യമ്മമാരും മറ്റമ്മ എന്നാണ് കേട്ടോ വിളിക്കുക. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നവർ? പേട്ടത്ത രാവിലെ പുട്ടും കടലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ നേരത്തെ തന്നെ ഷോപ്പിലോട്ട് പോയി. അടുത്ത മഴ വരുന്നതിന് മുന്നേ വേഗം ഷോപ്പിലെത്തണം എന്ന് പറഞ്ഞിട്ട് വേഗം പോയി. ഒരാളെ മൈൻഡ് ചെയ്തില്ലെന്നുകൊണ്ട് അവൻ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് അമ്മയ്ക്കൊന്നും ഫംഗ്ഷന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫംഗ്ഷന് പോയ ആളുകളൊക്കെ തിരിച്ചു വന്ന് അമ്മയ്ക്ക് അല്ലീനോട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ബിരിയാണി കഴിച്ചു, അങ്ങനെ ഇങ്ങനെ നീ എന്ത് വരാഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റമ്മയും ചേച്ചിയൊക്കെ അല്ലീനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്ന് ക്യാൻറ്റീനിൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ കുട്ടികളെ നമുക്ക് ഇഷ്ടം പോലെ ആളുണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ ഞാൻ വേഗം ഷാനവാസിനെ വിളിച്ചിട്ട് ക്യാൻറ്റീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻറ്റീനിലെത്തിയപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഓർമ്മ വരുന്ന സാധനങ്ങളൊക്കെ വേഗം ലിസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയയുടെ ഫേവറേറ്റ് സ്പോട്ട്. ഇവിടെ ചോക്ലേറ്റ്സ്, ജാമുകൾ, സ്ക്വാഷുകൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട സെർലാക്ക്, നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ വയ്ക്കുക. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നു ആ ഏരിയയിൽ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഷാനവാസിനും കുക്കറും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് പറഞ്ഞാൽ അവൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഓയിൽ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ വീട്ടിൽ നിന്ന് വിളി വന്ന് അല്ലെങ്കിൽ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം സാധനങ്ങൾ എടുത്ത് പോരുക. ബില്ലി സെക്ഷൻ തിരക്കില്ലാത്തതുകൊണ്ട് വേഗം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും മല്ലി കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അണ്ണിയും ചേച്ചിയൊക്കെ വന്നത് ആശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലിക്കുട്ടി ഉറക്കത്തിനൊക്കെ എണീറ്റു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയിട്ടോ. അവരൊക്കെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇവിടെ ഒരാൾ ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നിരത്താൻ വേണ്ടിയിട്ട്. ഇത് ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്ന സാധനം ആയതുകൊണ്ടല്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റ് നല്ല ഇവിടെ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളായിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ നിരത്തി വയ്ക്കാതെ പിന്നെ കളേഴ്സ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് വയ്ക്കും. ഇതൊക്കെ കണ്ട് ഇങ്ങനെ അല്ലിക്കുട്ടി കളിച്ചും ചിരിച്ചിരിക്കുന്ന ഈ ഏട്ടൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അമ്മ വിളിച്ചിരുന്നത് അവിടെ വന്ന് നോക്കുന്നത്. അമ്മ എന്തോ കാര്യമായിട്ട് കലണ്ടറിൽ നോക്കാം. അപ്പോൾ ഒരാളെന്താ അവിടെ എന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് വൈകുന്നേരം അപ്പോൾ ചേച്ചിമാരെ മക്കളെ കളിക്കാൻ വേണ്ടി വന്ന് കയറിയിട്ടേണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പെരും മഴയും കാറ്റൊക്കെ കൂടിയിട്ട് അവരുടെ കളിയൊക്കെ കൊളാക്കി കൊടുക്കുന്നതാണ്. ഉണ്ണിയപ്പം തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ഉള്ളതല്ലേ ഉണ്ട്. അപ്പോൾ വേഗം തന്നെ ഉണ്ണിയപ്പം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പൊക്കെ ചുട്ട് ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒപ്പം കഴിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്കും കറണ്ടും പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുട്ടത്തിരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോഴാണ് മിച്ചു അവൻ്റെ ഡ്രോയിങ് ബുക്കും കൊണ്ടുവന്നത്. രാജാവല്ല, രാജാവാണ്. ജനലിന്റെ ചായ എഴുതി ചേർക്കണം. ആവ് നീട്ടി നിക്കണം. ഇങ്ങനെ തല ചെന്നിട്ടില്ല അർജുന്. മോഹൻലാലിന്റെ തല തെറ്റിട്ട് അരു ആരാക്കി മഴയൊക്കെ ചോർന്നപ്പോൾ മറ്റമ്മയും കുട്ടികളൊക്കെ താത്ത വീട്ടിലോട്ട് പോയി. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയും സംസാരിച്ചുകൊണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ക്യാൻറ്റീനിൽ പോയപ്പോഴത്തേക്കും 2-3 പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചൂടോടെ തന്നെ നമുക്ക് പൊട്ടിച്ചു നോക്കുക എന്നിട്ട് ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കോംബോ സെറ്റിലുള്ള സ്നാക്സ് ബോക്സാണ് കേട്ടോ. 2 ചെറിയ ബോക്സും ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോക്സാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആയിരുന്നു. കുട്ടികൾക്ക് പൊരിയും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്നാക്സ് ബോക്സ് ആയിരുന്നു. ഒരു സ്പൂണും ഒരു ഫോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിലൊരു ബെഡ്ഷീറ്റായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഡാർക്ക് ഷെയ്ഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ല വീതിയുള്ള തലനക്കവറും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല കോട്ടൻ്റെ ആയിരുന്നു. കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാ വന്നതെന്ന് അറിയില്ല. അപ്പോൾ രണ്ടാമത്തതും ബെഡ്ഷീറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ തലനക്കവറും ബെഡ്ഷീറ്റിൻ്റെ വലിപ്പമൊക്കെ ചെറുതായിരുന്നു കേട്ടോ. അതിനുശേഷം എന്താ ചേച്ചി അല്ലി കൂടി കളിച്ചുകൊണ്ടിരിക്കുക. സ്നേഹം കൂടിയാലും കേടാന്ന് പറയില്ലേ. അപ്പോൾ ഒരാളെപ്പോഴും കൂടെ വേണം.
നല്ല കാറ്റും മഴയൊക്കെ രാത്രി വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കും ചേച്ചി എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. അവർ മൂവി കണ്ടതാ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി സിനിമയ്ക്ക് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ മുകളിലോട്ട് കളിക്കാനും ഉറങ്ങാനൊക്കെ പറഞ്ഞ് കയറിപ്പോയി. സമയം 11:30. എല്ലാവരും കിടന്നു. ഞങ്ങൾക്ക് രണ്ടൊക്കെ ഇപ്പോൾ ഉറങ്ങാനായിട്ട്. ഞങ്ങൾക്കിപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ. ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പുള്ളി എൻ്റെ ഒപ്പം സംസാരം കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടെത്തി. ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.